റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ആഴ്ച ഇന്ത്യ സന്ദർശിച്ചു പോയപ്പോഴുണ്ടായ നേട്ടത്തെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ പാഴ്വാക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം പോലും ഇന്ത്യൻ തലസ്ഥാനത്തെത്തിയ പുടിൻ്റെ വാക്കുകൾക്ക് നമ്മൾ കൊടുത്തില്ല. എന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ചരിത്രപരമായി തുടരുന്ന ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും പുതിയ മേഖലകളിലേക്ക് സഹകരണം വർദ്ധിക്കുകയും ചെയ്യുന്ന നിരവധി കരാറുകളിലാണ് ഇപ്പോൾ നമ്മൾ ഒപ്പിട്ടിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായത് റഷ്യയുടെ അത്യാധുനിക ഫൈറ്റർ ജെറ്റ് വിമാന ടെക്നോളജി ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നതാണ്. നമുക്കൊക്കെ അറിയാം, ശത്രു രാജ്യത്തു നിന്നും ഒരു വിമാനം നമ്മളെ ആക്രമിക്കാൻ എത്തിയാൽ നമ്മുടെ റഡാറുകൾ അത് കണ്ടെത്തി തടയും. റഡാർ അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനമാണ് നമുക്കുള്ളത്. പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ എങ്ങനെയാണെങ്കിലും ഇങ്ങോട്ട് നമ്മളെ ആക്രമിക്കാൻ ഒരു ശ്രമമുണ്ടായാൽ മിസൈലുകളെയും ഡ്രോണുകളെയും ഒക്കെ അപ്പോൾ തന്നെ തടയാനും ഇല്ലാതാക്കാനും നിർവീര്യമാക്കാനും തകർത്ത് തച്ചുടയ്ക്കാനും ഒക്കെ നമ്മുടെ S-400 കഴിയും. ഇന്ത്യയുടെ ആകാശം അതുതന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ സ്റ്റെൽത്ത് ടെക്നോളജി തീർത്തിരിക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് റഡാറിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയും. അത്തരം യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഉള്ളത് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും മാത്രമാണ്. എന്നാൽ റഷ്യ ഇന്ത്യയോട് പറയുന്നു, ഞങ്ങളുടെ സ്റ്റെൽത്ത് ടെക്നോളജി അധിഷ്ഠിതമായ യുദ്ധവിമാനങ്ങൾ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്ക് നൽകുക മാത്രമല്ല, അതിന് സാങ്കേതിക വിദ്യയും കൈമാറും. ഇത് വലിയൊരു നേട്ടമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കുമായി കരാർ ഏർപ്പെട്ടുകൊണ്ട് ഇതിന് മുഴുവൻ ടെക്നോളജിക്കൽ ട്രാൻസ്ഫറും, അതായത് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാവുന്ന തരത്തിൽ ഈ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ മുഴുവൻ സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് കൈമാറാൻ സമ്മതിച്ചിരിക്കുന്നു. ആദ്യം നേരിട്ട് റഷ്യ തരും. 2028-29 ആകുമ്പോഴേക്കും നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി തരും. അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം മുഴുവൻ ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ്. ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇനി നിർമ്മിക്കും. അത് നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കും. എന്ന് വെച്ചാൽ റഷ്യയ്ക്കും ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പം ഇത്തരം സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള രാജ്യമായി ഇന്ത്യ മാറും. അത് ലോകത്ത് ഇന്ത്യയുടെ പ്രതിരോധ വളർച്ചയ്ക്ക് പ്രധാന മൂലധനമാകും. ഇന്ത്യ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ആയുധ നിർമ്മാണം ശക്തിപ്പെടുത്തുന്നതോടെ പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ കരുത്ത് അതുല്യമായി വളരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുൻപിൽ നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള ഒരു സാങ്കേതിക വിദ്യയായി ഇത് മാറും.